ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി DMKയും. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. കുറ്റമറ്റ പോലീസ് പ്രോസിക്യൂഷൻ സംവിധാനമുണ്ടെങ്കിൽ മാത്രമേ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ നടപ്പാക്കാൻ കഴിയൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനും അതിജീവിതമാർക്ക് നീതി ഉറപ്പാക്കുന്നതിലും സർക്കാർ ഏറെ മുന്നിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡയറക്ടറേറ്റ് ഓഫ് പ്രോസിക്യൂഷൻ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതിരപ്പള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ തോട്ടത്തിലാണ് പുലി ഇറങ്ങിയത്. ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ഒരു പശുവിനെയും കൊന്നു. 10ാം ഡിവിഷനിലെ സാമിന്റെ പശുവിനെയാണ് കൊന്നത്. കഴിഞ്ഞ ദിവസം 9ാം ബ്ലോക്കിലും പുലി പശുവിനെ ആക്രമിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി DMKയും. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പാർലമെന്റിൽ DMK MPമാർ 8-ന് കറുപ്പണിഞ്ഞ് പ്രതിഷേധിക്കും. 2024-2025 ഇടക്കാല ബജറ്റിൽ തമിഴ്നാടിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കാത്തതിനാലാണ് പ്രതിഷേധം. DMKയ്ക്ക് പുറമെ തമിഴ്നാട്ടിലെ സഖ്യകക്ഷികളും സമരത്തിലാണ് ചേരും. എറണാകുളത്ത് കോതമംഗലം നെല്ലിക്കുഴിയിലുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർ മരിച്ചു. ഞാറയ്ക്കൽ എടവനക്കാട് അഴിവേലിക്കത്ത് അമാനുദ്ദീൻ, ഒപ്പമുണ്ടായിരുന്ന കുഴിപ്പള്ളി സ്വദേശി മുഹമ്മദ് സാജിദ് എന്നിവരാണ് മരിച്ചത്. ഇരുവരും സമീപത്തെ കനാലിൽ തെറിച്ചു വീണ് കിടക്കുന്ന നിലയിലായിരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനം നിരാകരിച്ചിട്ടില്ലെന്ന് സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ. ഒരു ഗാനവും തള്ളിക്കളഞ്ഞിട്ടില്ല. ശ്രീകുമാരൻ തമ്പിയുടേത് ഉൾപ്പെടെ ചില ഗാനങ്ങൾ പരിശോധനയിലാണ്. അന്തിമമായ തീരുമാനം ഔദ്യോഗികമായി അറിയിക്കും. സർക്കാരിന്റെ കൂടി അംഗീകാരം ലഭ്യമാകുമ്പോഴേ കേരള ഗാനം നിലവിൽ വരൂ എന്നും CP അബൂബക്കർ വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ സമൂഹ വിവാഹ തട്ടിപ്പിൽ 15 പേർ അറസ്റ്റിൽ. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സമൂഹ വിവാഹ പദ്ധതിയിൽ നടന്ന ക്രമക്കേടുകളിലാണ് അറസ്റ്റ്. 568 യുവതികളുടെ വിവാഹമാണ് ഒരു വേദിയിൽ വെച്ച് നടന്നത്. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിൽ ജനുവരി 25-നാണ് സംഭവം. വധുക്കൾ കല്യാണ മണ്ഡപത്തിൽ വരനില്ലാതെ ഇരിക്കുന്നതിന്റെയും സ്വയം താലി ചാർത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ. 5 തവണ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിട്ടും ഹാജരായില്ലെന്ന് കാട്ടിയാണ് ED കോടതിയെ സമീപിച്ചത്. ഡൽഹി റോസ് അവന്യൂ കോടതിയിലാണ് ED ഹർജി ഫയൽ ചെയ്തത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ അയൽക്കാർ തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് 11 വയസ്സുകാരിയെ കൊലപ്പെടുത്തി. ശനിയാഴ്ച രാംഗഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. വഴക്കിനിടെ അയൽക്കാരിയായ സ്ത്രീ പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുളസി എന്ന പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി റൂബിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചിലിയിലെ വിനാ ഡെൽമാറിലെ ജനവാസ മേഖലയിലുണ്ടായ കാട്ടുതീയിൽ 46 പേർ മരിച്ചു. 200-ലേറെ പേരെ കാണാതായി. 43,000 ഹെക്ടറിലധികം സ്ഥലത്ത് തീ പിടിച്ചെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നത്. 1100 പേർക്ക് വീട് നഷ്ടമായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഉയർന്ന താപനിലയും ശക്തമായ കാറ്റുമാണ് തീ പടരാൻ കാരണമെന്നാണ് പ്രാഥമിക വിവരം. ഇത് രക്ഷാപ്രവർത്തനത്തിനും വെല്ലുവിളിയാവുകയാണ്. കാലിക്കറ്റ് എയർപോർട്ട് പരിസരം കേന്ദ്രീകരിച്ച് ലഹരിമരുന്ന് വിൽപ്പന നടത്തി വന്ന സംഘത്തിലെ ടാക്സി ഡ്രൈവർ അടക്കം 3 പേർ പിടിയിൽ. വേങ്ങര തോട്ടശ്ശേരിയറ സ്വദേശികളായ കല്ലക്കൻ തൊടിയ മുഹമ്മദ് കുട്ടി, പനക്കൽ വീട്ടിൽ രാജൻ, വേങ്ങര കുറ്റൂർ നോർത്ത് സ്വദേശി കഞ്ചിബറമ്മൻ മുബാറക് എന്നിവരാണ് പിടിയിലായത്. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.